പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന അർജുൻ ആയങ്കി ഒടുവിൽ പിടിയിലായി. കണ്ണൂരിലെ ഒരു വനിതാ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്നുമാണ് ഇയാളെ പോലീസ് സാഹസികമായി കീഴടക്കിയത്. റിയൽ ഗുണ്ടകളെ നിലക്ക് നിർത്തുമെന്നും പോലീസിനെ വെല്ലുവിളിക്കാൻ ഒരു ഗുണ്ടയെയും അനുവദിക്കില്ലെന്നും ADGP P. വിജയൻ വ്യക്തമാക്കി. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. കഴിഞ്ഞ 3 ദിവസമായി പോലീസിനെ വെല്ലുവിളിച്ച് സംസ്ഥാന വ്യാപകമായി കറങ്ങി നടന്ന അർജുൻ ആയങ്കിയുടെ ഒളിവു ജീവിതത്തിന് ഒടുവിൽ കണ്ണൂരിൽ തിരശീല വീണു. വനിതാ അഭിഭാഷകയുടെ ഫ്ളാറ്റിലേക്ക് അർജുൻ എത്തിയ ഓട്ടോയുടെ ഡ്രൈവർ നൽകിയ നിർണായക വിവരമാണ് അറസ്റ്റിന് വഴിയൊരുക്കിയത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കണ്ണൂർ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. എന്നാൽ കസ്റ്റഡിയിലായതിനു ശേഷവും പോലീസിനെ പരിഹസിക്കാൻ ആയങ്കി മടിച്ചില്ല. കടലിൽ കാണാതായവരെ കിട്ടിയോ എന്നായിരുന്നു അർജുന്റെ പരിഹാസരൂപേണയുള്ള ചോദ്യം. കോതമംഗലം SHO, ഊന്നുകൽ SHO, ഒടുവിൽ ആഭ്യന്തരമന്ത്രി എന്നിവരെ വരെ ഒളിവിലിരുന്ന് അർജുൻ വെല്ലുവിളിച്ചിരുന്നു. കോതമംഗലം SHOയെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി ജാമ്യം തള്ളിയതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. പിടിക്കാമെങ്കിൽ പിടിച്ചോളൂ എന്നായിരുന്നു ഊന്നുകൽ SHOയോടുള്ള ഇയാളുടെ വെല്ലുവിളി. വധശ്രമം, സ്വർണ്ണക്കവർച്ച, ലഹരിക്കടത്ത് തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് അർജുൻ ആയങ്കി. സ്ഥിരം കുറ്റവാളിയായ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം മുൻനിർത്തി 9 ജില്ലകളിൽ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് കാപ്പ ഉൾപ്പെടെ പോലീസ് ചുമത്തിയിരുന്നു. അർജുൻ ആയങ്കി ഓവർ സ്മാർട്ടാകാൻ ശ്രമിച്ചതാണെന്നും ഗുണ്ടകളെക്കാൾ സ്മാർട്ടാണ് കേരള പോലീസെന്നും ADGP P. വിജയൻ പ്രതികരിച്ചു. സമൂഹമാധ്യമങ്ങളിലെ ഗുണ്ടകളുടെ ഇടപെടൽ കർശനമായി നിരീക്ഷിച്ചു വരികയാണ്. ഇത്തരം റിയൽ ഗുണ്ടകളെ നിലക്ക് നിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് പ്രതിക്കെതിരെ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ജനകീയ കൂട്ടായ്മയുടെയും പോലീസിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെയും വിജയമാണ് ഈ അറസ്റ്റെന്ന് കണ്ണൂർ പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയും കൂട്ടിച്ചേർത്തു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.